ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അതിരടി മൂവി കണ്ടു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ റിവ്യൂ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. അതിരടി ഒരു ഫുൾ ഓൺ ക്യാമ്പസ് ആക്ഷൻ കോമഡി എന്റർടൈനർ. ഈ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പടം തന്നെയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ബേസിൽ ജോസഫ് എടുക്കുകയാണെങ്കിൽ സാം കുട്ടി എന്ന കഥാപാത്രമാണ് ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്നത്. ബേസിൽ ജോസഫിന്റെ കോമഡി ടൈമിംഗ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പെർഫെക്റ്റ് കോമഡി ടൈമിംഗ് ആണ്. അടിപൊളിയായിട്ട് ബേസിൽ ജോസഫ് അതിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് ടോമിനോ തോമസിന്റെ കഥാപാത്രമാണ്. ശ്രീകുട്ട എന്ന കഥാപാത്രത്തെയാണ് ടോമിനോ തോമസ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ട്രെയിലർ കണ്ടതുപോലെ ഒരു വില്ലനിസം ചേർന്ന ഒരു കഥാപാത്രമാണ് ടോമിയോടേത്. അത് അടിപൊളിയായിട്ട് ടോമിനോ തോമസ് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മെയിൻ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. അയ്യോ വില്ലനിസവും മാസ് കഥാപാത്രവും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ടോമിനോ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നീട് നമുക്ക് പോസിറ്റീവായി തോന്നിയത് കോളേജ് ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ആണ്. അത് രക്ഷയുണ്ടായിരുന്നില്ല. ഈ ഒരു കോളേജിന്റെ ഒരു പശ്ചാത്തലവും ക്യാമറ വർക്കും ആ ഒരു കളർഫുൾ വൈബ് തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. സാമുവൽ ഹെൻറി ആണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് അടിപൊളിയായിരുന്നു. പിന്നീട് നമുക്ക് തോന്നുന്ന ഒരു പോസിറ്റീവാണ് ക്ലൈമാക്സ് സീൻസ്. അതൊരു മിക്സഡ് ഒരു പരിപാടിയാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ക്യാമിയോ റോളാണ്. ക്ലൈമാക്സിൽ വരുന്ന ഒരു ക്യാമിയോ റോൾ ഉണ്ട്. അത് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതും ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ ഒരു ടൈപ്പിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതും പൊളിയായിരുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന BGM ആണ്. എല്ലാ സ്ഥലത്തും BGM പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ചില സ്ഥലങ്ങളിൽ ടോമിനോ വരുന്ന ഫസ്റ്റ് സീനിലൊരു BGM കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. വിഷ്ണു വിജയ് ആണ് BGM സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അടിപൊളി വർക്ക് തന്നെയായിരുന്നു. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്റർ വാച്ചബിൾ ആണ് ഈ ഒരു പടം. ഈ ഒരു വൈബിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ചിത്രമാണ് അതിരടി. ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ പോരായ്മ സ്റ്റോറി ഒരു ഡെപ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറി ഒന്നും ഇല്ല. ഒരു സിമ്പിൾ ഒരു കാര്യമാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു ഫെസ്റ്റ് നടത്തിയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് മുടങ്ങി പിന്നെ അത് നടത്താൻ വേണ്ടി ബേസിൽ ജോസഫിന്റെ കഥാപാത്രവും കൂട്ടുകാരും പരിശ്രമിക്കുന്നതും അത് മാത്രമാണ്. ചെറിയൊരു സ്റ്റോറിയാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന പല കാര്യങ്ങളൊക്കെയാണ് പിന്നീട് സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ സ്റ്റോറിയുടെ കുറവായി പടത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ സ്റ്റോറി ഇല്ലാത്തത് വലിയൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഇമോഷണൽ സീൻസിന് കുറെ കാര്യങ്ങൾ ഈ പടത്തിൽ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇമോഷണൽ സീൻസ് നമുക്ക് വാഴയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു ഇമോഷണൽ സീൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നില്ലെന്ന് പറയാം. അത് വർക്കായി. സ്റ്റോറിയുടെ ഒരു പോരായ്മ തന്നെയാണ് ഇമോഷണൽ സീൻസും നമുക്ക് കണക്ട് ആവാതെ പോകുന്നത്. എൻ്റെ ഒരു ഫീലിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇമോഷണൽ സീൻസ് വർക്കാവാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് വലിച്ചു നീട്ടി, ഞാൻ പറഞ്ഞ കഥ ഒരു ചെറിയൊരു കഥയാണ്. വലിച്ചു നീട്ടി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അതുകൂടാതെ പടത്തിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ലാഗ് ഉള്ളത്. ഫുള്ളായിട്ട് നമുക്ക് ലാഗ് എന്ന് പറയാൻ പറ്റില്ല. നല്ല പടപെടാന്ന് പറഞ്ഞിട്ടാണ് പടം പോകുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഒരു സസ്പെൻസോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ ഒരു പടമല്ല, ക്യാമ്പസ് പടമാണ്, ശരിയാണ്. എന്നാൽ നമുക്ക് കാര്യങ്ങൾ മുൻകൂട്ടി ഇന്നേ ഇതേപോലെയാണ് സംഭവിക്കുക നമുക്ക് മനസ്സിലാക്കാം. അതും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. മെയിൻ റൈറ്റിംഗ് വീക്ക് തന്നെയാണ്. നമ്മളൊരു കഥ പ്രതീക്ഷിച്ചു പോയാൽ ഒരു ആവറേജ് പടമായിട്ട് ഇത് തോന്നുള്ളൂ. ഇനി അതല്ല, ഒരു ഫ്രണ്ട്സിനോടൊപ്പം ഒരു അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു എന്റർടൈൻമെന്റ് പടം തന്നെയാണ് അതിരടി. അതിലൊരു തർക്കവുമില്ല. ഈ ഒരു പോരായ്മകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ക്യാമറ വർക്ക് അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ ടോമിനോയുടെ കഥാപാത്രം അടിപൊളിയായിരുന്നു. ബേസിൽ നല്ല രീതിയിൽ അഭിനയിച്ചു. പിന്നെ നമ്മുടെ ഡെലൂലു നോർമൽ ക്യാരക്ടറാണ്. നമ്മള് സർവമായയിൽ കണ്ട അതേ ഒരു കഥാപാത്രം ഇവിടെ വന്ന് അഭിനയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു രീതിയിൽ മാത്രമേ ഈ ഒരു കഥാപാത്രത്തിനുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ടോമിനോയുടെ കഥാപാത്രത്തിൽ കുറച്ച് പോരായ്മകൾ നമുക്ക് തോന്നി. തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫ് ഇന്റർവൽ ടൈപ്പ് ബ്ലോക്ക് അടിപൊളിയായിരുന്നു. അത് ടോമിനോയുടെ എൻട്രിയും ആ BGM ഒക്കെ നമുക്ക് നല്ല ഒരു ആവേശം തോന്നിക്കുന്ന ഒരു സീനൊക്കെയാണ് തന്നത്. പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ടോമിയുടെ കഥാപാത്രത്തിന് ഒരു വീക്ക് സംഭവിക്കുന്ന പോലെ, എന്താ പറയുക, ഒരു സ്ട്രോങ് സംഭവിക്കുക, ഒരു കോമാളി
അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു രീതിയിൽ ബലൂണ് കാറ്റൊഴിച്ച് വിട്ട പോലെ ഇങ്ങനെ ഈ ഒരു പവർ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു ആ പടത്തിന്റെ നെഗറ്റീവ് എന്ന് പറയാം. പക്ഷെ നമുക്ക് ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സുമായിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി അടിച്ചു പൊളിച്ച് പടവും കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് അതിരടി. ഒരു വൺ ടൈം വാച്ചബിൾ പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ പടം പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു പടത്തിന്റെ റിവ്യൂമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും